ശാസ്ത്രലോകം ഇതുവരെയും അനവധി ഗാലക്സികളെയും ബ്ലാക്ക് ഹോളുകളെയും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നാം കാണാൻ പോകുന്ന ഗാലക്സിയും അതിൽ നിലകൊള്ളുന്ന ബ്ലാക്ക് ഹോളുമാണ് ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതും ദൂരെയുള്ളത്. എന്തുകൊണ്ടാണിത് ഏറ്റവും പഴക്കമേറിയതാകുന്നത്? ശാസ്ത്രജ്ഞർ എങ്ങനെ ഇതിനെ കണ്ടുപിടിച്ചു? പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ ഗാലക്സികൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ ഗാലക്സികൾ എങ്ങനെയാണ് പരിണമിക്കുന്നത്? ശാസ്ത്രലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ച ആ വലിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ജ്യോതിശാസ്ത്രജ്ഞർ രാത്രിയിൽ വടക്കൻ ആകാശത്ത് ദൃശ്യമാകുന്ന, മലയാളത്തിൽ സപ്തർഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ഉർസാ മേജർ നക്ഷത്രരാശിയെ അതിനവീന ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിതാന്ത ജാഗ്രതയോടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം 33.5 ബില്യൺ പ്രകാശവർഷങ്ങൾക്കകലെ പുതിയൊരു ഗാലക്സിയുടെ സാന്നിധ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. GN-Z11 ആയിരുന്നു അത്. 2016 ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയും അറ്റക്കൈറ്റ് ദൂരദർശിനിയും ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ഗാലക്സിയെ കണ്ടെത്തിയത്. പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അകലെയുള്ള ഗാലക്സി പക്ഷേ ഇതല്ല. ഇതിന് രണ്ടാം സ്ഥാനമാണ്. ഒന്നാമതായുള്ളത് ജെയ്ഡ്സ് GS-Z13-0 എന്ന ഗാലക്സിയാണ്. ഇത് 2022 മാർച്ചിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി കണ്ടെത്തിയ ഒരു ഹൈലി റെഡ് ഷിഫ്റ്റ് ലൈം ആൻഡ് ബ്രേക്ക് ഗാലക്സിയാണ്. തെക്കൻ ആകാശത്ത് ദൃശ്യമാകുന്ന ഇത് പാൻഡോറ നക്ഷത്ര രാശിയിലാണ് നിലകൊള്ളുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 33.6 ബില്യൺ പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ പ്രതിപാദിക്കുന്ന GN-Z11 ഗാലക്സി വളരെ ചെറുതും മങ്ങിയതുമാണ്. ഈ ഗാലക്സിയുടെ വ്യാസം ഏകദേശം 2300 പ്രകാശവർഷമാണ്. കൂടാതെ ഈ ഗാലക്സിയിൽ 100 ബില്യണിലധികം നക്ഷത്രങ്ങളുമുണ്ട്. GN-Z11 ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളെക്കാൾ ചൂടുള്ളതും തിളക്കമുള്ളതുമാണ്. ഈ ഗാലക്സി രൂപപ്പെട്ടത് പ്രപഞ്ചം ഉത്ഭവിച്ച് ഏകദേശം 200 ബില്യൺ, അതായത് 20 കോടി വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ രൂപപ്പെടുന്നുമുണ്ട്. ഓരോ വർഷവും GN-Z11 ഗാലക്സിയിൽ നമ്മുടെ സൂര്യനെപ്പോലെ 100 പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഗാലക്സിയിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിലേക്ക് എത്തുവാൻ തന്നെ 33.5 ബില്യൺ വർഷങ്ങളെടുക്കും. ഇപ്പോൾ സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും വരുന്ന ഒരു സംശയം ഇതായിരിക്കും. അതെന്തെന്നാൽ നിലവിലെ ശാസ്ത്ര നിഗമന പ്രകാരം നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചം ബിഗ് ബാങ്ങിലൂടെ വികസിക്കുവാൻ തുടങ്ങിയിട്ട് 13.7 ബില്യൺ അല്ലെങ്കിൽ 1370 കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാം മേൽപ്പറഞ്ഞ ഗാലക്സികളുടെ ദൂരം 33 അല്ലെങ്കിൽ 34 ബില്യൺ പ്രകാശവർഷങ്ങളാകുന്നത് എന്ന്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ തുടക്കം മഹാവിസ്ഫോടനത്തിലൂടെ 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു എന്നതാണ്. അന്ന് ഈ മഹാവിസ്ഫോടനത്തിലൂടെ വികസിക്കുവാൻ തുടങ്ങിയ പ്രപഞ്ചം ജഡാവസ്ഥയിൽ നിലനിൽക്കാതെ പ്രകാശത്തേക്കാൾ പല മടങ്ങ് വേഗതയിൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിഭയങ്കരമായ ഈ വികാസ വേഗത ഇതുവരെ ഏകദേശം പ്രപഞ്ചത്തിന്റെ ദൃശ്യമാകുന്ന ഭാഗം 46.6 ബില്യൺ, അതായത് 4660 കോടി പ്രകാശവർഷ വ്യാസത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദ്രുതഗതിയിലുള്ള പ്രപഞ്ച വികാസത്തിനനുസരിച്ച് ഗാലക്സികളും അവ വികസിക്കുന്ന ദൂരത്തെ അധികമാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ വേഗതകൾ ഭൂമിയും ഗാലക്സികളും തമ്മിലുള്ള ദൂരത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അത് സ്ഥിരമായതാണ്. ഇതിന് കാരണമെന്തെന്നാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരേ സമയമുണ്ടായ സൗരയൂഥവും ഗാലക്സികളും അവയ്ക്കിടയിലുള്ള ദൂരത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനാലാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർ ഉർസാ മേജർ നക്ഷത്രരാശിയിൽ GN-Z11 എന്ന ഗാലക്സിയെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഒരുപാട് നിരീക്ഷണ വിധേയമാക്കി. നിങ്ങൾക്കറിയാമോ, ഈ ഗാലക്സിയെക്കുറിച്ച് പഠിക്കുവാൻ ഉപയോഗിച്ച ടെലസ്കോപ്പുകളെല്ലാം അതീവ ശക്തിയേറിയവയായിരുന്നു. ആദ്യമായി ഹബിൾ ടെലസ്കോപ്പും അതിനുശേഷം സ്പിറ്റ്സർ ടെലസ്കോപ്പും കൂടാതെ മറ്റനേകം ശക്തിയേറിയ ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകളും ഇതിനെ നിരീക്ഷണ വിധേയമാക്കുവാൻ ഉപയോഗിച്ചിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഇത്തരം ഗാലക്സികളെ ശക്തിയേറിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ കണ്ടുപിടിക്കുവാനും നിരീക്ഷണ വിധേയമാക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മളിവിടെ പ്രതിപാദിക്കുന്ന GN-Z11 ഗാലക്സി ഹൈലി റെഡ് ഷിഫ്റ്റഡ് ഗാലക്സികളിൽ പെട്ടതാണ് താനും.
റെഡ് ഷിഫ്റ്റ് ഗാലക്സികൾ പൊതുവെ പുറത്തുവിടുന്ന പ്രകാശതരംഗങ്ങൾ വളരെ മങ്ങിയതും ദുർബലവുമായതുകൊണ്ട് തന്നെ സാധാരണ ടെലിസ്കോപ്പുകളാൽ നിരീക്ഷണ വിധേയമാക്കുവാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ കണ്ടെത്തുവാനും നിരീക്ഷിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടേറിയ ഈ ഗാലക്സിയുടെ നടുവിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തുക എന്നുള്ളത് അതിനേക്കാൾ അതീവ ദുഷ്കരവുമാണ്. ശക്തിയേറിയ ഹബിൾ ടെലിസ്കോപ്പിന് പോലും അതിന് കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇപ്പോൾ ഇതാ ശാസ്ത്രലോകത്തിന്റെ അഭിമാനമായ ജെയിംസ് വെബ് ആ അതുല്യ നേട്ടം കൈവരിച്ചിരിക്കുന്നു. സാധാരണയായി ഭീമൻ നക്ഷത്രങ്ങൾ അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ബ്ലാക്ക് ഹോളുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ അതിന് സമീപമുള്ള വായു, പൊടിപടലങ്ങൾ തുടങ്ങിയവയെ തന്നിലേക്ക് വലിച്ചെടുത്ത് വലുതായിത്തീരുന്നു. അങ്ങനെ ആ ബ്ലാക്ക് ഹോൾ വായുവിനെയും പൊടിപടലങ്ങളെയും വലിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണത്താൽ അവിടെ ഭയങ്കരമായ ചുഴി രൂപപ്പെടുകയും ആ ചുഴികളിൽ ഘർഷണത്താലുള്ള താപവ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ താപവ്യതിയാനങ്ങളെയാണ് നാം ഉപയോഗിക്കുന്ന ശക്തിയേറിയ ടെലിസ്കോപ്പുകൾ പിടിച്ചെടുക്കുന്നത്. അതായത് ഘർഷണത്താൽ താപവ്യതിയാനങ്ങളാൽ ഉണ്ടാവുന്ന പ്രകാശ തരംഗങ്ങളെയാണ് ടെലിസ്കോപ്പുകൾ പിടിച്ചെടുക്കുന്നതെന്ന് ചുരുക്കം. ഇതിനെ ഏജിയൻ, അതായത് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നു. ശാസ്ത്രജ്ഞർ ഈ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലികളെ കണ്ടെത്തിയതാണ് അവിടെ ബ്ലാക്ക് ഹോളുകൾ ഉള്ളതായി സ്ഥിരീകരിക്കുന്നത്. ക്വാസാറുകളാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ള ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലികളെ സൃഷ്ടിക്കുന്നത്. അതിഭീമമായൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ ക്വാസാറിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം സാധാരണ രാത്രി ആകാശത്ത് നാം കാണുന്ന ഏറ്റവും പ്രകാശമേറിയ നക്ഷത്രത്തേക്കാൾ 1 ട്രില്യൺ മടങ്ങ് കൂടുതലായിരിക്കും. 1 ട്രില്യൺ എന്നത് 1,00,000 കോടിയാണെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഈ അതിവിദൂര പ്രകാശത്തെ കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചത് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ പവർഫുൾ ഇൻഫ്രാറെഡ് ടെക്നോളജിയായിരുന്നു. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് 2 ഇൻഫ്രാറെഡ് ക്യാമറകളാണുള്ളത്. അതിലൊന്ന് മിഡ് ഇൻഫ്രാറെഡ് ക്യാമറയും മറ്റൊന്ന് നിയർ ഇൻഫ്രാറെഡ് ക്യാമറയുമാണ്. കൂടാതെ അതിലുള്ള പവർഫുൾ സ്പെക്ട്രം ടെക്നോളജിയും ഉപയോഗിച്ചാണ് ജെയിംസ് വെബ് അതിവിദൂരമായ ഈ ഗാലക്സിയിലുള്ള ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയത്. ബ്ലാക്ക് ഹോളുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ശാസ്ത്ര നിഗമനങ്ങളുണ്ട്. രഹസ്യാത്മക സ്വഭാവമുള്ള ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശാസ്ത്രജ്ഞർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമീപഭാവിയിൽ തന്നെ ജെയിംസ് വെബ് കൂടുതൽ സ്ഥിരീകരണങ്ങളോടെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രപഞ്ചത്തിന്റെ വിദൂര അതിർത്തിയിലെ ഗാലക്സികളിലും ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന വമ്പൻ കണ്ടെത്തൽ തന്നെ നമ്മളെപ്പോലെയുള്ള ശാസ്ത്രകുതികൾക്ക് കുന്നോളം ജിജ്ഞാസ ഉണർത്തുന്നു എന്നതിൽ ഒട്ടും അതിശയോക്തിയില്ലതാനും.